السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ സകല ദോഷങ്ങൾക്കും അല്ലാഹു നമുക്ക് അഫ്വ് നൽകി തരുമാറാകട്ടെ. സുബ്ഹ് നിസ്കാരത്തിന്റെ സമയത്ത് ഈ 4 ദിക്റുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹം എന്താണോ അത് അല്ലാഹു നമുക്ക് സഫലീകരിച്ചു തരും ഇൻഷാ അല്ലാഹ്. വളരെ മഹത്വമുള്ള പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുള്ള ഈ 4 ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ സുബ്ഹിന്റെ സമയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും ഇൻഷാ അല്ലാഹ്. ആദ്യമായി ഈ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ വളരെ മഹത്വമുള്ള 4 ഇസ്മുകൾ കൊണ്ട് നമ്മൾ അമല് ചെയ്യുന്ന രൂപമാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി അത് കേൾക്കാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൽബിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ. ഏതായാലും നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ടല്ലോ, പല ആളുകൾക്കും വല്ലാത്ത ആഗ്രഹമായിരിക്കും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെല്ലാം ഒന്ന് തീർന്ന് വളരെ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെന്ന്, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം നമുക്ക് ലഭിച്ച് വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നമ്മുടെ കൽബിലുള്ള ഒരുപാട് ആളുകളുണ്ടാകും. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണോ, നല്ല അനുയോജ്യമായി ജോലി താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാകും. അതുപോലെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി നമ്മുടെ സ്ഥലം നമ്മൾ വിൽക്കാൻ വേണ്ടി വെക്കുന്ന ആളുകളുണ്ടാകും. അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ ഉന്നതിയിൽ എത്താൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാകും. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഏതാവട്ടെ, ആ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സഫലീകരിച്ച് കിട്ടാൻ, ആ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നിറവേറി കിട്ടാൻ പറ്റുന്ന വളരെ മഹത്വമായ, വളരെ പവർഫുള്ളായിട്ടുള്ള 4 ഇസ്മുകൾ സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുമ്പോ ശേഷമോ ആയിട്ട് നമ്മൾ പതിവാക്കണം. ഈ 4 ഇസ്മുകൾ 100 തവണ വീതമാണ് നമ്മൾ ചൊല്ലേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നിറവേറി കിട്ടേണ്ട നമ്മുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം ജീവിതത്തിലുടനീളം നമുക്ക് ലഭിക്കാൻ ഉപകരിക്കുന്ന ഈ 4 ഇസ്മുകൾ ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് അതനുസരിച്ച് അമല് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, ഈ 4 ഇസ്മുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത്. സുബ്ഹിന്റെ സമയത്ത് യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ്, ഈ 4 ഇസ്മുകൾ നമ്മൾ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിൻ്റെ മുമ്പോ ശേഷമോ ആയിട്ട് നമ്മൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണോ ആ ആഗ്രഹം നമ്മുടെ കൽബിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്ന ആ സമയം വരെ നമ്മൾ ആ ഒരു നിയ്യത്തോടു കൂടി, നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടണം എന്ന നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ 4 ഇസ്മുകൾ എല്ലാവരും ചൊല്ലുക. എന്നിട്ട് ഇതിൻ്റെ ഫലം ലഭിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഈ മജ്ലിസിലൂടെ നമ്മൾ പറയുന്ന ഈ അമലുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് സഫലീകരിച്ച് തരുമാറാകട്ടെ. എന്ത് ഉദ്ദേശമാണെങ്കിലും, ജോലി സംബന്ധമായ ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ നല്ല നിലയിൽ മാർക്ക് ലഭിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കേണ്ട ആളുകളുണ്ട്,
അതുപോലെ തന്നെ വീട് വിറ്റുപോവാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇത് രൂപത്തിൽ ഏത് ആഗ്രഹമാകട്ടെ, പല കുടുംബങ്ങളിലുള്ള വിഷയങ്ങളുണ്ട്, കുടുംബ സംബന്ധമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് ലഭിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. ഇങ്ങനെ ഓരോ ആളുകളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഏത് ആഗ്രഹമാണെങ്കിലും പരിശുദ്ധമായ ഈ അസ്മാഉൽ ഹുസ്നയിലെ ഈ 4 ഇസ്മുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, സന്തോഷമുള്ള റാഹത്തുള്ള ഒരു ജീവിതം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.